എങ്കിൽ പ്രധാന വാതിലിലൂടെ പുറത്തോട്ട് ഓടിക്കോളൂ. ബിഗ് ബോസ് സീസൺ 7 ഡേ 24. ജിസൈൽ, നീ എന്തിനാണ് എന്റെ ചുണ്ടത്ത് പിടിച്ചത്? എനിക്കത് ഇഷ്ടമല്ല. അനുമോൾ, അതിന് ഞാൻ നിന്നെ ചുണ്ടത്തൊന്നും കയറി പിടിച്ചിട്ടില്ല. നീ ബിഗ് ബോസിന്റെ റൂൾ എന്തിനാണ് തെറ്റിക്കുന്നത്? നോക്കാനല്ലേ ഞാൻ ചെയ്തു. നെവിൻ, ബിഗ് ബോസ് ഇത് വളരെ മോശമാണ്. ബിഗ് ബോസ്, അനുമോൾ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഒരിക്കലും ഡിസേർവിംഗ് അല്ല. ഇങ്ങനെ ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട പണിഷ്മെന്റ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോവും. ഐ ക്യൂട്ട് ഫ്രം ദിസ് ഷോ. ദെൻ ആദില ആൻഡ് നൂറ. അതിലെ 100 150 ആണേലും നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ ഇറങ്ങി പോണം. മനസ്സിലായി? അന്തസ്സായിട്ട് നീ ഇവിടെ ഇറങ്ങി പോണം. ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോയിരിക്കും. അനുമോൾക്ക് ഉള്ള പണിഷ്മെന്റ് കൊടുക്കട്ടെ. ജിസൈൽ, അനുമോൾ കൺഫെഷൻ റൂമിലേക്ക് വരിക. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? രണ്ടാമത്തെ പ്രാവശ്യം എന്റെ ചുണ്ടിൽ കയറി പിടിക്കണം. അന്ന് എന്റെ കയ്യിൽ പിടിച്ച് പണിഷ്മെന്റ് തന്നെ കൊടുക്കണം. അതിന് ഞാൻ സോറി പറഞ്ഞല്ലോ. നീ അവിടെ വെച്ച് എന്താ സോറി പറയാഞ്ഞ്? അവിടെ വെച്ച് അവരെ എല്ലാവരും മുന്നിൽ വെച്ച് എനിക്ക് സോറി പറയാൻ സൗകര്യം ഇല്ല. അത് നിന്റെ ഈഗോ നിനക്ക് സമ്മതിക്കുന്നില്ല അല്ലേ? യെസ്, വീണ്ടും കറങ്ങി തിരികെ. നെവിൻ, നിങ്ങൾ പറഞ്ഞ തീരുമാനത്തോട് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ബിഗ് ബോസ്, അതാണ് എൻ്റെ തീരുമാനം. അനുമോൾക്ക് പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകാൻ തയ്യാറാണ്. എങ്കിൽ പ്രധാന വാതിലിലൂടെ പുറത്തോട്ട് ഓടിക്കോളൂ. ശരി ബിഗ് ബോസ്. എന്താണ് ബിഗ് ബോസ്? ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളിനെ പുറത്തിറക്കിയാണെന്ന് അറിയത്തില്ല. എന്തായാലും പുള്ളി മോഹൻലാൽ വരുന്ന സമയത്തോ അല്ല 2 ദിവസം കഴിയുമ്പോഴോ വീണ്ടും വലിഞ്ഞു കയറി വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ ആകെ കൂടെ എന്റർടൈൻമെന്റ് തരുന്ന ആൾക്കാരെ നിങ്ങളിങ്ങനെ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താണ് കാര്യം? ഷോ എന്ന് പറയുന്ന സാധനം ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ കുറെ എന്റർടൈൻമെന്റ് വേണം. ചില ആലമ്പും തല്ലും ബേളമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവത്തുള്ളൂ. അങ്ങനെയുള്ള പരിപാടി കൊണ്ടുവന്നേ. അല്ലെങ്കിൽ ചുമ്മാ എന്താണിത്? എൻ്റെ അഭിപ്രായത്തിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗെയിമുകൾ കൊണ്ടുവരണം. അപ്പൊ പിന്നെ ഈ ഗ്രൂപ്പും കളിച്ച ആൾക്കാർ അവിടെ ഇരിക്കത്തില്ല. അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് കാണാനുള്ള പ്രചോദനം ഉണ്ടാവും, കണ്ടിരിക്കാൻ തോന്നും, നമുക്ക് അടിപൊളിയായിരിക്കും. നമ്മൾ ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുന്നത് ആദ്യത്തെ അനുഭവമല്ല മലയാളികൾക്ക്. സീസൺ 1, 2, 3, 4, 5, 6 ഒരുപാട് അത്ഭുതങ്ങളും ബഹളങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം 7ന്റെ പണിയെന്നും പറഞ്ഞിറക്കിയ സാധനമാണ്. പോരാ, കുറെ ഗ്രൂപ്പ് കളിക്കുന്നു, പ്രത്യേകിച്ച് കണ്ടന്റ്സ് ഒന്നും തരുന്നില്ല. നമുക്ക് എന്റർടൈൻ ചെയ്യാനോ ഇവരോട് ഇഷ്ടം തോന്നാനോ ഉള്ള ഒരു സാധനം ഇവരുടെ ആരുടെ അടുത്തൊന്നുമില്ല. ബിഗ് ബോസ് ഒരു തീരുമാനം ഉണ്ടാക്കുക, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിമുകളൊക്കെ കൊടുത്തുകൊണ്ട് കുറച്ചും കൂടെ വാശി കയറ്റിക്കൊണ്ട്. അല്ലാതെ ഇപ്പൊ ഈ കളിക്കുന്ന പോലെ ഗ്രൂപ്പായിട്ടുള്ള പരിപാടികളും പണിപ്പുരയിലും പാചകപ്പുരയിലും ഒന്നും കേട്ടിട്ടൊന്നും ഒരു കാര്യമില്ല.